നിയമമുണ്ട്. നായയെ കല്ലെറിയാൻ പറ്റൂല, നായയെ ചീത്ത വിളിക്കാൻ പറ്റൂല, സുബ്ഹാനല്ലാഹ്, നായയെ നിസ്സാരപ്പെടുത്താൻ പറ്റൂല. അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ കിതാബുൽ മുഹദ്ദബ് അടക്കം വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാപണ്ഡിതനാണ്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ, ശിഷ്യന്മാരോടൊത്തിങ്ങനെ പോകുമ്പോ ഒരു നായ ഇങ്ങോട്ട് വരുന്നു. ആ നായയെ കണ്ടപ്പോൾ ഒരു ശിഷ്യൻ കല്ലെടുത്തു. നായയെ എറിഞ്ഞോടിക്കാനാണ്. അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, നോ, പാടില്ല. ഇന്ന ഹാദിഹി ത്വരീഖ മുസ്തറഖത്തും ബൈനീ വബൈന ഹാദൽ കൽബി. ഞാൻ ഈ പോകുന്ന റോഡുണ്ടല്ലോ, അത് എനിക്ക് മാത്രം പോകാനുള്ളതല്ല, നായക്കും പോകാനുള്ള റോഡാണത്. നായയും ഞാനും റോട്ടിന്റെ കാര്യത്തിൽ കൂറാണ്. അതുകൊണ്ട് നീ നായയെ എറിയാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഇസ്ലാം അത് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് ഗ്രഹിക്കണം. മുസ്ലിം പണ്ഡിതന്മാരാരാണ്? അത് ഇമാമീങ്ങളാണ്. ആ ഇമാമീങ്ങളിൽ നിന്ന് ഗ്രഹിക്കണം ഇസ്ലാം. ഒരാളെയും ശല്യം ചെയ്യാൻ പാടില്ല, ഒരു നായയെ പോലും കല്ലെടുത്തെറിയാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഇസ്ലാം. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഈ നായകളുണ്ടല്ലോ, തെരുവ് നായകൾ, നായകൾ പലവിധമുണ്ട്. പോലീസ് നായയുണ്ട്, അതിനെ പിന്നെ ആരും കല്ലെറിയൂല, എറിഞ്ഞാൽ സൂക്കേട് മാറിപ്പോകും. അപ്പൊ പോലീസ് നായ അതും നായ തന്നെയാണ്. ചിലർ ചോദിക്കും, നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് നിയമമില്ലേ? ഉണ്ട്. അത് 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം, അതും നിയമമുണ്ട്. അതിന്റെ പേരിൽ നായയെ ദ്രോഹിക്കാമെന്നതിന് അർത്ഥമില്ല. നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയാൽ അവിടെ കഴുകണം എന്ന് നിയമമുണ്ട്. പക്ഷേ നല്ലൊരു കരിങ്കല്ലെടുത്തിട്ട് അവിടെ കുത്താൻ പറ്റൂല, അല്ലേ? കാരണം നിയമം അതിന്റെ വഴിക്കങ്ങ് പോകും. അത് നജസാണോ, കഴുകേണ്ടി വരും. എന്നാൽ തന്നെ നായ തൊട്ടാൽ കഴുകുക എന്ന് പറയുന്നത് നനവോടുകൂടെ തൊട്ടാലാണ്. നായയും ഉണങ്ങിയതാണ്, തൊട്ട സ്ഥലവും ഉണങ്ങിയതാണെങ്കിൽ അവിടെ പിന്നെ കഴുകേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടിലൊരു സ്ഥലത്ത് നനവുണ്ടെങ്കിലാണ് കഴുകേണ്ടി വരുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് 7 പ്രാവശ്യം കഴുകണം. അതൊന്നും മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അത് ആദ്യത്തെ